നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 മരണം. കുണ്ടറയിൽ കെഎസ്ആർടിസി ബസ്സും കാറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. നേര്യമംഗലത്ത് ബസ് കയറി യാത്രക്കാരി മരിച്ചു. വയനാട് നൂൽപ്പുഴയിൽ കോളറ ബാധിച്ച് ആദിവാസി വീട്ടമ്മ മരിച്ചു. പ്രദേശത്ത് 10 പേർ ചികിത്സയിൽ. പുനലൂർ കല്ലടയാറ്റിൽ കുളിക്കാനിറങ്ങിയ ആൾ ഒഴുക്കിൽപ്പെട്ടു. ശക്തമായ ഒഴുക്ക് തെരച്ചിലിന് തടസ്സം. കൃഷിയിടങ്ങളിലെ ഒച്ചുശല്യത്തിന് പരിഹാരം. ജൈവ രീതിയിൽ ഒച്ചുകളെ തുരത്താൻ മരുന്ന് നിർമ്മിച്ച് വീട്ടമ്മ. മരുന്ന് ഫലപ്രദമെന്ന് നെടുങ്കണ്ടത്തെ കർഷകർ. വിശദമായ വാർത്തയിലേക്ക്. പുനലൂർ കല്ലടയാറ്റിൽ കുളിക്കാനിറങ്ങിയ യുവാവ് ഒഴുക്കിൽപ്പെട്ടു. പുനലൂർ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന് പുറകുവശത്തെ കുളിക്കടവിലാണ് യുവാവ് കുളിക്കാനിറങ്ങിയത്. തെന്മല ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിരിക്കുന്നതിനാൽ കല്ലടയാറ്റിൽ ജലനിരപ്പ് കൂടുതലാണ്. ഫയർഫോഴ്സ് തെരച്ചിൽ നടത്തുന്നുവെങ്കിലും ഒഴുക്ക് കൂടിയത് തെരച്ചിലിനെ സാരമായി ബാധിക്കുന്നുണ്ട്. കൊല്ലത്ത് നിന്നും സ്കൂബ ടീം എത്തും. വിവരങ്ങളുമായി മനോജ് അപ്പുകുട്ടൻ ചേരുന്നു. മനോജ്, ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം? എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, രാവിലെ 9:30യോടെയാണ് യുവാവ് കല്ലടയാറ്റിൽ കുളിക്കാൻ ഇറങ്ങുന്നത് ഒഴുക്കിൽപ്പെടുന്നത്. പുനലൂർ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന് പിറകുവശത്തായുള്ള കുളിക്കടവിലാണ് 2 സുഹൃത്തുക്കൾ ചേർന്ന് കുളിക്കുവാനായി എത്തുന്നത്. പൊതുവെ നല്ല ഒഴുക്കുണ്ട്. തെന്മല ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിരിക്കുന്നതിനാൽ ജലനിരപ്പ് കൂടുതലാണ്. യുവാവ് ആറിന്റെ മധ്യഭാഗത്തേക്ക് നീന്തുകയും മധ്യഭാഗത്ത് വെച്ച് വെള്ളത്തിലേക്ക് മുങ്ങിത്താഴുകയുമായിരുന്നു. സംഭവം അറിഞ്ഞു തന്നെ പുനലൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തിരച്ചിൽ ആരംഭിച്ചെങ്കിലും ജലനിരപ്പിന്റെ കൂടുതലായതിനാൽ തിരച്ചിലിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. സ്കൂബ ടീം എത്തി ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഒഴുക്ക് ആണ് തിരച്ചിലിന് തടസ്സമായി നിൽക്കുന്നത്. ശക്തമായ തിരച്ചിൽ 2 ഡിങ്കി ബോട്ട് ഉൾപ്പെടെയുള്ള 2 ബോട്ടുകളിലായി അതിശക്തമായ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. മനോജ് അപ്പുകുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. കല്ലടയാറ്റിൽ കുളിക്കാനിറങ്ങിയ യുവാവാണ് ഒഴുക്കിൽപ്പെട്ടത്. ഇപ്പോൾ സ്കൂബ ടീം എത്തി അവിടെ തെരച്ചിൽ നടത്തുകയാണ്. വലിയ ഒഴുക്ക്, അടിയൊഴുക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും തെരച്ചിൽ ദുഷ്കരമാക്കുന്നത്. എന്തായാലും ഇപ്പോഴും തെരച്ചിൽ നടക്കുകയാണ്. കൊല്ലം കുണ്ടറയിൽ അപകടത്തിൽ യുവാവ് മരിച്ചു. കെഎസ്ആർടിസി ബസ്സും കാറുമാണ് കൂട്ടിയിടിച്ചത്. കൊട്ടാരക്കര നെടുവത്തൂർ സ്വദേശി മുഹമ്മദ് ഫാരിസ് ആണ് മരിച്ചത്. കൊല്ലത്ത് നിന്നും വന്ന കെഎസ്ആർടിസി ബസ്സിൽ എതിർദിശയിൽ വന്ന കാർ ഇടിക്കുകയായിരുന്നു. ഒരാൾക്ക് പരിക്കുപറ്റി. ബസ്സിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ സാരമായ പരിക്കുകളോടെ കുണ്ടറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാർ അമിത വേഗതയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കോതമംഗലം നേര്യമംഗലം ബസ് സ്റ്റാൻഡിൽ ബസ് കയറി യാത്രക്കാരി മരിച്ചു. മാമലക്കണ്ടം സ്വദേശിനി പാലക്കാട് കൗസല്യ തങ്കപ്പനാണ് പാക്കാട് കൗസല്യ തങ്കപ്പനാണ് മരിച്ചത്. ബസ് ഇറങ്ങി മുന്നോട്ട് നീങ്ങുമ്പോൾ അതേ ബസ് തന്നെയാണ് കൗസല്യയെ ഇടിച്ചിട്ടത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പാലക്കാട് ഇടവാണി ഊരിൽ പ്ലാവിൽ അന്തിയുറങ്ങി കരടി. 10 ദിവസത്തോളമായി ഊരിലെത്തിയിട്ട്. ഇന്നലെ പുതൂർ വനം വകുപ്പ് ജീവനക്കാർ കരടിയെ പടക്കം പൊട്ടിച്ച് കാട്ടിലേക്ക് തുരത്തിയെങ്കിലും 1 മണിക്കൂറിന് ശേഷം കരടി വീണ്ടും തിരിച്ചെത്തുകയായിരുന്നു. കോഴിക്കോട് കട്ടിപ്പാറ ചമൽ പൂവൻവലയിലെ വ്യാജവാറ്റ് കേന്ദ്രം എക്സൈസ് കണ്ടെത്തി നശിപ്പിച്ചു. 2 ബാരലുകളിലും കുഴികളിലുമായി സൂക്ഷിച്ചുവെച്ച 650 ലിറ്റർ വാഷ് കണ്ടെത്തിയാണ് നശിപ്പിച്ചത്. എക്സൈസ് വാറ്റുപകരണങ്ങളും കസ്റ്റഡിയിലെടുത്തു. രഹസ്യവിവരത്തെ തുടർന്ന് താമരശ്ശേരി എക്സൈസ് റേഞ്ച് സംഘമാണ് പരിശോധന നടത്തിയത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് എക്സൈസ് അറിയിച്ചു. വയനാട് നൂൽപ്പുഴയിൽ കോളറ ബാധിച്ച് ആദിവാസി വീട്ടമ്മ മരിച്ചു. തോട്ടാമൂല സ്വദേശി വിജിലയാണ് മരിച്ചത്. ഈ പ്രദേശത്തെ 10 പേർ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നാട്ടാന വളർത്തൽ കേന്ദ്രമാണ് ഗുരുവായൂർ ആനക്കോട്ട. 38 ആനകളാണ് ഇവിടെയുള്ളത്. 150ഓളം പാപ്പാന്മാരും ഉണ്ട്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ വിദഗ്ധ ഡോക്ടർമാർ അടങ്ങുന്ന സംഘവും ജീവനക്കാരും മേലധികാരിയായി ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററുമുണ്ട്. അങ്ങനെ ആത്മാർത്ഥമായി ആനകളെ പരിപാലിച്ചു വരികയാണ് ദേവസ്വം. ഗുരുവായൂരിലെത്തുന്ന ഭക്തർ ഈ ആനച്ചന്തം കാണാതെ തിരിച്ചു പോകാറുമില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ആന വളർത്തൽ കേന്ദ്രമാണ് ഗുരുവായൂരിലേത്.
ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് 3 കിലോമീറ്റർ മാറിയാണ് നിറയെ പച്ചപ്പുള്ള ഈ പ്രദേശം. രാജ്യത്തെ ഏറ്റവും വലിയ ആന സങ്കേതങ്ങളിലൊന്നായ ഇവിടെ ഓരോ വർഷവും ആയിരങ്ങളാണ് സന്ദർശിച്ചു മടങ്ങുന്നത്. 65 ആനകൾ ആനക്കോട്ടയിലുണ്ടായിരുന്നു. സന്ദർശകർക്ക് ആനകളുമായി ചെങ്ങാത്തം കൂടുകയും അവയ്ക്കൊപ്പം ചിത്രങ്ങളെടുക്കുകയും ചെയ്യാം. ആനകളെ നടക്കിരുത്തുന്നതിൽ നിയന്ത്രണം വന്നതോടെ ആനക്കോട്ടയിലെ ആനകളുടെ എണ്ണം കുറഞ്ഞു. ഓരോ വർഷവും കർക്കിടക മാസത്തിൽ 30 ദിവസം ആനകൾക്ക് സുഖചികിത്സ നടത്തും. ഇതിനായി 10 ലക്ഷം രൂപ ദേവസ്വം ചെലവിടുന്നുണ്ട്. ആനക്കോട്ടയിലെ ആനകളെ ശാസ്ത്രീയമായാണ് പരിപാലിക്കുക. ഓരോ ആനയ്ക്കും 3 പാപ്പാന്മാരുണ്ട്. ഡോക്ടർമാർ അടങ്ങുന്ന വിദഗ്ധ സംഘം വേറെയും. ഡോക്ടർ PB ഗിരിദാസ്, ഡോക്ടർ വിവേക് തുടങ്ങി വിദഗ്ധരായ ആന ചികിത്സാ സംഘം നിരന്തരം ആനക്കോട്ടകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആനക്കോട്ടയിലുണ്ട്. കൃത്യമായ ഭക്ഷണം, വെള്ളം, മതപ്പാടുകാലത്തെ നിരീക്ഷണം എന്നിവ ഇവരുടെ മേൽനോട്ടത്തിലാണ് നടക്കുക. ആനകൾക്ക് ഒരുപക്ഷെ വർഷങ്ങളായി സുവർണ്ണ ജൂബിലി ആഘോഷിക്കാൻ പോണ നമ്മുടെ കോട്ടയിൽ എന്നും ഈ വെൽഫെയർ നേരത്തെ ഉണ്ടായിരുന്നു. അത് വർഷാവർഷങ്ങളായിട്ട് ആനയ്ക്ക് സുഖചികിത്സയും ആനകളെ പരിപാലിക്കുന്ന രീതിയിൽ വേൾഡിലെ നമ്പർ 1 ആയിട്ട് ആനക്കോട്ട, കേരളത്തിലെ പുന്നത്തൂർ ആനക്കോട്ട, ഗുരുവായൂർ ദേവസ്വം പുന്നത്തൂർ ആനക്കോട്ട തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. ഇവിടെ ആനകളെ അത് നിന്ന് പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ആ പഠനത്തിൻ്റെ വിധേയമായിട്ടൊരു ചെറിയൊരു യൂണിവേഴ്സിറ്റി എന്ന് തന്നെ പറയാം. ആനകളെ പഠിക്കാനുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ആനക്കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് അറിവുകൾ നേടിയെടുക്കാനും അതുപോലെ തന്നെ ഇവിടെ കാഴ്ചക്കാരുണ്ട്, വരുന്നുണ്ട്. ആനകളുടെ സ്ഥിര ഡ്യൂട്ടികളുണ്ട്, പാപ്പന്മാർ ചെയ്യുന്നു. അതിൻ്റെ മേൽനോട്ടം വഹിക്കാൻ ഡോക്ടർമാരുണ്ട്, പിന്നെ സ്റ്റാഫുകളുണ്ട്. ഇതൊക്കെ കൂടിയിട്ടുള്ള വലിയ ഏറ്റവും കൂടുതൽ ദേവസ്വം ചെലവഴിക്കുന്നതും ഈ ആനക്കോട്ടയ്ക്ക് വേണ്ടിയിട്ടാണ്. മനുഷ്യവികാരങ്ങളും അത് തിരിച്ചറിഞ്ഞ് പെരുമാറാനുമുള്ള സവിശേഷ ഗുണവും ആനകൾക്ക് ഉണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. വയനാട്ടിലെ ദുരന്തഭൂമിയിൽ നിന്നും ഭയാശങ്കയോടെ കാട്ടിൽ അഭയം തേടിയ കുടുംബത്തിന് കാവലൊരുക്കിയ ആനക്കൂട്ടം ഇതിന് തെളിവാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. രാജു, ഗുരുവായൂർ, ന്യൂസ് 18. കൊട്ടാരക്കര തലച്ചിറ ഗവൺമെന്റ് സ്കൂളിലെ രുചിക്കൂട്ട് ഭക്ഷ്യമേള ശ്രദ്ധേയമായി. 600-ൽ പരം കുട്ടികൾ തയ്യാറാക്കി കൊണ്ടുവന്ന ഭക്ഷ്യവസ്തുക്കളുടെ വിപണനവും പ്രദർശനവുമാണ് ശ്രദ്ധേയമായത്. കൊട്ടാരക്കരയിൽ നിന്നും S വിനീഷിന്റെ റിപ്പോർട്ട് കാണാം. 600-ൽ പരം കുട്ടികൾ പഠിക്കുന്ന കൊട്ടാരക്കര തലച്ചിറ ഗവൺമെന്റ് സ്കൂളാണ് നമ്മളുള്ളത്. രുചിക്കൂട്ട് എന്ന പേരിൽ വളരെ നല്ല രീതിയിലുള്ള വിഭവങ്ങൾ കുട്ടികൾ വീട്ടിൽ നിന്നും തയ്യാർ ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു ഭക്ഷ്യ മേളയാണ് ഒരുക്കിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തമാണ് നമുക്ക് ഇതോടൊപ്പം തന്നെ കാണാൻ കഴിയുന്നത്. രക്ഷിതാക്കളുടെയും PTA അംഗങ്ങളുടെയും അടക്കം വലിയ പങ്കാളിത്തം കാണാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ഒരു ക്രമീകരണം എന്ന് നമുക്ക് PTA പ്രസിഡന്റിനോട് തന്നെ ആദ്യം ചോദിക്കാം. എങ്ങനെയായിരുന്നു ശരിക്കും ഇതിന്റെ ഒരു പങ്കാളിത്തം? ഇത് സ്കൂളിൽ നമ്മുടെ നാടൻ ഭക്ഷണ രീതി കുട്ടികളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോൾ അവരുടെ ഈ ഹൈസ്കൂൾ വിഭാഗത്തിലെ 9ാം ക്ലാസ്സിലെ ഒരു പാഠവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അധ്യാപകരാണ് ആശയം ആദ്യമേ മുന്നോട്ട് വെച്ചത്. അപ്പോൾ PTAയും അധ്യാപകരും ഒക്കെ ചേർന്നിട്ട് ഇങ്ങനെ ഒരു ഭക്ഷ്യമേള എന്നുള്ള രീതിയിൽ നമ്മൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതാണ്. പ്രധാനമായും ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികളെ ഇപ്പോഴത്തെ പഴയ കാലത്തുള്ള ഭക്ഷണ രീതികൾ, ഇപ്പോൾ വരുന്ന തലമുറ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഫുഡ് മാത്രം, ഭൂരിപക്ഷം കുട്ടികളും ഫാസ്റ്റ് ഫുഡ് മാത്രം കഴിച്ചു വളരുന്നത്. അപ്പം നമ്മുടെ നാട്ടിൻപുറത്തെ കടകളൊക്കെ എടുത്താൽ തന്നെ കടകളൊക്കെ മാറിപ്പോയി, നാടൻ ഭക്ഷണം കിട്ടുന്ന കടകളൊന്നുമില്ല. അപ്പോൾ എല്ലാം ഫാസ്റ്റ് ഫുഡാണ്. അപ്പോൾ അവർക്ക് ഈ പല കുട്ടികളും നമ്മുടെ ഇവിടെ നിന്നാണ് ഇപ്പോൾ പലതരത്തിൽ ഈ നമ്മുടെ പഴയ കാലത്തുള്ള പല ഭക്ഷണങ്ങളും പരിചയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടികളെ ഈ പഴയ ഭക്ഷണം പരിചയപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ഇത് പൂർണ്ണമായും രക്ഷിതാക്കൾ വീടുകളിൽ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. അപ്പം അങ്ങനെ അവർക്ക് ഉണ്ടാക്കുന്നതോടുകൂടി അവർക്ക് കുട്ടികൾക്ക് സ്ഥിരമായി ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനൊരു പ്രചോദനം നൽകുക. ഇതൊക്കെയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നാടൻ ഭക്ഷണ രീതികൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളൊരു മഹത്തരമായ ഒരു ലക്ഷ്യമാണ് ഇതിന്റെ പിന്നിൽ. പ്രഥമ അധ്യാപകൻ നമ്മളോടൊപ്പം ചേരുകയാണ്. സാറേ, എങ്ങനെയാണ് ശരിക്കും? വളരെ അഭിമാനം തോന്നുന്നു ഇത്രയും നല്ല രീതിയിൽ ഒരു മേള അവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. അതിന്റെ പിന്നിൽ ഒരുപാട് പേരുടെ ഒരു കൂട്ടായ പരിശ്രമമുണ്ട്. നമ്മുടെ PTA, MBTA, SMC ഒക്കെ കൂടിച്ചേർന്നാണ് വളരെ പരിമിതമായ ഒരു സമയത്ത് നിന്നാണ് നമ്മൾ ഇത്രയും ഒരു മേള സംഘടിപ്പിച്ചത്. ഈ മേള സംഘടിപ്പിക്കാനുള്ള പിന്നിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പഠനം എന്ന് പറയുന്ന പാഠപുസ്തകത്തിനകത്ത് നിൽക്കുന്ന ഒരു സംഭവമല്ല. പാഠപുസ്തകത്തിനപ്പുറം നമ്മൾ പോയി കുട്ടികൾ അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കോൺസെപ്റ്റിലേക്കാണ് പുതിയ പാഠ്യപദ്ധതി. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നൊക്കെ പറയും. അപ്പോൾ അത്തരത്തിൽ കുട്ടികൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ കൊടുക്കുക, പരമാവധി അനുഭവങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ചൂട് പിടിച്ചാണ് നമ്മൾ ഈ ഭക്ഷ്യമേള ഇവിടെ സംഘടിപ്പിച്ചത്. ഈ ഭക്ഷ്യമേള ഒരുക്കുമ്പോൾ അതിന് പിന്നിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നാടൻ ഭക്ഷണങ്ങൾ, ഈ ന്യൂട്രീഷ്യസ് ആയ പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വില കൂടിയ ഭക്ഷണങ്ങൾ വാങ്ങുമ്പോൾ അത് പോഷകസമൃദ്ധം എന്നുള്ള ഒരു തെറ്റായ കോൺസെപ്റ്റ് ഉണ്ട്. എന്നാൽ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങളുണ്ട്.
അത് ഏതൊക്കെയാണെന്ന് നമ്മുടെ കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്തുക. ഈ കഴിഞ്ഞ തലമുറയ്ക്ക് ഇത് വളരെയധികം അറിയാമായിരുന്നു. പല ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാനും അവർക്ക് രുചികരമായ രീതിയിൽ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്ന് അതിൻ്റെ രുചി ഇപ്പോഴും നമ്മുടെ നാവിൻ്റെ തുമ്പിലുണ്ട്. പക്ഷെ നമ്മുടെ ഈ വരുന്ന പുതിയ തലമുറയ്ക്ക് ഇതൊന്നും തന്നെ അറിയില്ല. അവർ വളരെയധികം സ്പൈസി ആയിട്ടും കളറൊക്കെ ചേർന്നിട്ടുള്ള വളരെയധികം ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ പിന്തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ അവരെ എത്രയും പെട്ടെന്ന് അവരതിൻ്റെ ശരിയായ ഒരു ഭക്ഷണ പാതയിലേക്ക് കൊണ്ടുവരണമെന്ന് ഞങ്ങൾ അധ്യാപകർ അത് തീരുമാനിക്കുകയും ഇപ്പോൾ പാഠപുസ്തകത്തിൽ ഇപ്പോൾ 5ാം ക്ലാസ് തൊട്ട് നമുക്ക് 10 വരെയുള്ള പാഠപുസ്തകങ്ങളിൽ ഇതിൻ്റെ ഭക്ഷ്യവസ്തുക്കളെ കുറിച്ചുള്ള ഒരു പാഠഭാഗം വരുന്നുണ്ടെങ്കിൽ 9ാം ക്ലാസ്സിൽ ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വന്നു. അപ്പോൾ ഞങ്ങൾ SRG കൂടിയപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഭക്ഷ്യമേളയായിട്ട് ഇത് സംഘടിപ്പിച്ചുകൂടാ എന്നൊരു ചിന്ത വരികയും അത് ഒരു ചെറിയ ചർച്ച എന്നൊരു വലിയൊരു മേളയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. ടീച്ചർ, ഇതെങ്ങനെയാണ് ഇത് കോർഡിനേറ്റ് ചെയ്തത്? ശരിക്കും ഇത്രയും കുട്ടികളെ വീട്ടിൽ നിന്ന് തയ്യാർ ചെയ്തുകൊണ്ട് വരണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവർക്ക് പഠിക്കാനുണ്ട്. ആരോഗ്യകരമായ ഭക്ഷണശീലവുമായി ബന്ധപ്പെട്ട് ഫുഡ് പ്ലേറ്റ് എന്നും പറഞ്ഞൊരു കൺസെപ്റ്റ്. അപ്പോൾ അതിനകത്തുനിന്ന് ഉണ്ടായ ഒരു ആശയമാണ്. ആ ആശയം നമ്മൾ ഇവിടെ ഒരു SRG മീറ്റിങ്ങിൽ പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ LKG കുട്ടികളെ തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ ശരി നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ആഹാരങ്ങൾ ഇപ്പം പല കുട്ടികൾക്കും അറിയത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ പഴയ ഇലയുടെയും തിരളിയും ഒക്കെ കുട്ടികളിലേക്കൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ആശയത്തിലൂടെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുവന്നത്. പിന്നെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എല്ലാ ക്ലാസ് ടീച്ചേഴ്സും എല്ലാ അധ്യാപകരും അവർക്ക് പിന്തുണയുമായിട്ട് കൂടെ ഉണ്ടായിരുന്നു. പുതിയ തരം വിഭവങ്ങളാണ് ഈ കുട്ടിക്കൂട്ടം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഈന്തപ്പഴം വെച്ചിട്ടുള്ള പുതിയൊരു വിഭവമാണ് അല്ലേ? എങ്ങനെയാ ചെയ്തത്? പഠിപ്പിച്ചെങ്ങനെയാണ്? കുട്ടികൾക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് കുറച്ച് മതി കേട്ടോ. അടിപൊളി ഉപ്മാവാണ്. ഇതുപോലെ 100-ലധികം വിഭവങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. യസ്മീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. ചന്ദ്രയാൻ 4, 5 പദ്ധതികൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ISRO തുടങ്ങിയെന്ന് ISRO ചെയർമാൻ S. സോമനാഥ്. ചന്ദ്രനിലേക്കും തിരിച്ചും എത്താനുള്ള സംവിധാനങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാനുള്ള ഗഗൻയാൻ പദ്ധതിയുടെ ഒരുക്കങ്ങളും ഇതോടൊപ്പം പുരോഗമിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ചന്ദ്രയാന്റെ ഇപ്പൊ കഴിഞ്ഞ 3 ശേഷം ഞങ്ങൾ അടുത്ത സീരീസ് വേണമെന്നുള്ള ഒരു തീരുമാനത്തിലാണ്. കാരണം നമുക്കൊരു വിഷൻ തന്നിട്ടുണ്ട് 2040 മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുക എന്നുള്ള ഒരു പ്രോഗ്രാം. അപ്പോൾ അത് നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് അതിന്റെ ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യണം. പല ടെക്നോളജി ഉണ്ട്. അവിടെ പോകണം, തിരിച്ചു വരാനുള്ള ടെക്നോളജി വേണം. അവിടെ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരാനായിട്ട് അവിടുന്ന് പാറയോ കല്ലോ മണ്ണോ ഒക്കെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു കഴിവുണ്ടാവണം. അപ്പോൾ അതിനുള്ള പല റോബോട്ടിക് കേപ്പബിലിറ്റി വേണം, തിരിച്ചു വരാനുള്ള വേണം. അപ്പോൾ അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ചന്ദ്രയാൻ 4, 5 സീരീസിലുള്ള ഡിസൈൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറഞ്ഞ ചെലവിൽ എങ്ങനെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ആദ്യം നമ്മൾ ചിന്ത. അപ്പോൾ വൺസ് ആ ടെക്നോളജികളെല്ലാം കയ്യിൽ കഴിഞ്ഞ് നമുക്ക് മനുഷ്യനെ കൊണ്ടുപോകാനുള്ള കഴിവ് ഗഗൻയാൻ പ്രോഗ്രാം നമുക്ക് പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗഗൻയാൻ പ്രോഗ്രാമും ചന്ദ്രയാൻ പ്രോഗ്രാം കൂടെ ചേർത്ത് ഇനി ആണ് നമുക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമായിട്ട് അതിനെ മാറ്റാൻ പറ്റുന്നത്. എറണാകുളം കോതമംഗലത്ത് സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയാകാത്തതിൽ വ്യാപക പ്രതിഷേധം. നിർമ്മാണം അട്ടിമറിച്ചെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. കോതമംഗലത്ത് സ്റ്റേഡിയത്തിനായുള്ള കായിക പ്രേമികളുടെ കാത്തിരിപ്പ് നീളുകയാണ്. രാജ്യാന്തര നിലവാരമുള്ള സ്റ്റേഡിയം എന്ന ആശയം 2011 ഉയർന്നു വന്നത്. ചേലാട് പോളിടെക്നിക്കിന്റെ 4 ഏക്കർ സ്ഥലവും പിണ്ടിമന പഞ്ചായത്ത് നൽകിയ 2 ഏക്കർ സ്ഥലവും ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത്. പല പ്രാവശ്യം ടെൻഡർ പുതുക്കി നൽകിയെങ്കിലും വിവിധ കാരണങ്ങളാൽ കിറ്റ്കോയുടെ മേൽനോട്ടത്തിലുള്ള സ്റ്റേഡിയം നിർമ്മാണം നടന്നില്ല. ഒരു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയാക്കാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. നിർമ്മാണം അട്ടിമറിച്ചെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് സമര രംഗത്താണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസും KSU ഇന്ന് സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് വന്നത് ഒരു സൂചനാ സമരവുമായിട്ട് ഇന്ന് മെയിൻ റോഡ് തടഞ്ഞുകൊണ്ട് കളിസ്ഥലമാക്കിക്കൊണ്ട് റോട്ടിൽ പന്തുരുട്ടിക്കൊണ്ട് പൊതുനിരത്തിൽ പന്തുരുട്ടിക്കൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് സമരവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. വരും കാലങ്ങളിൽ KSUവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും വലിയ സമരവുമായിട്ട് MLA തടയണമെങ്കിൽ തടയേണ്ട രീതിയിലേക്കുള്ള സമരവുമായിട്ട് യൂത്ത് കോൺഗ്രസും KSUവും മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പ്രശ്നങ്ങൾ പരിഹരിച്ച് സ്റ്റേഡിയം നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് ആന്റണി ജോൺ MLA അറിയിച്ചു. ന്യൂസ് 18 കോതമംഗലം. വയനാട് ജനതയെ സഹായിക്കാൻ വേറിട്ട സഹായ പദ്ധതിയുമായി ഗ്രന്ഥശാല പ്രവർത്തകർ. മീൻ ചലഞ്ചിന് വെള്ളനാതുരത്തെ ഫ്രീഡം ലൈബ്രറിയുടെ പ്രവർത്തകരാണ് നേതൃത്വം നൽകിയത്. കരുനാഗപ്പള്ളിയിൽ നടത്തിയ മീൻ ചലഞ്ചിൽ ലഭിച്ച തുക വയനാടിനായി കൈമാറും.
സുനാമിയിൽ ദുരന്തമേറ്റുവാങ്ങിയ ആലപ്പാട്ടെ ഫ്രീഡം ലൈബ്രറി പ്രവർത്തകരാണ് വയനാടിന് സഹായഹസ്തവുമായി രംഗത്ത് വന്നത്. ഗ്രന്ഥശാലയിലെ അംഗങ്ങളും പ്രവർത്തകരും അടങ്ങുന്ന മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങളിൽ നിന്നും ശനിയാഴ്ച കിട്ടിയ മീനാണ് വിൽപ്പനയ്ക്കായി കരുനാഗപ്പള്ളി ടൗണിലെത്തിച്ചത്. ചെറിയ വിലയ്ക്ക് ഇഷ്ടം പോലെ നല്ല മീൻ കിട്ടിയതോടെ ആളുകളുടെ തിരക്കും കൂടി. അയലയും ചൂടയും ചെങ്കലവയുമെല്ലാം ഇഷ്ടം പോലെ വന്നവർക്ക് ലഭിച്ചു. ആ തുക മുഴുവൻ വയനാട്ടിലെ ദുരിതബാധിതർക്കായി നൽകി. ഗ്രന്ഥശാല പ്രവർത്തകരുടെ സഹായ പദ്ധതിക്ക് അഭിവാദ്യമേകാൻ ധനകാര്യമന്ത്രി KN ബാലഗോപാലും എത്തിയതോടെ പ്രവർത്തകരും ആവേശത്തിലായി. MLA-മാരായ CR മഹേഷ്, കോവൂർ കുഞ്ഞുമോൻ, നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു മത്സ്യവ്യാപാരം. സന്ധ്യയോടെ വിൽപ്പന അവസാനിപ്പിച്ചപ്പോൾ 1.5 ലക്ഷത്തോളം രൂപയാണ് സമാഹരിച്ചത്. ന്യൂസ് 18 കൊല്ലം. പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളവുമായി കുട്ടിക്കർഷകർ. വാടാനംകുറിശി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നേച്ചർ ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ കൃഷിയുടെ വിളവെടുപ്പ് മുഹമ്മദ് മോഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. കൃഷിയിടം അറിവിടം എന്ന പേരിൽ സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിലാണ് പച്ചക്കറിത്തോട്ടം ഒരുക്കിയത്. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ പിന്തുണയോടെയായിരുന്നു കൃഷി. വിളവെടുപ്പുത്സവം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വാടനാകുറിശി ഹൈസ്കൂളിലെ നേച്ചർ ക്ലബിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അതിന് സഹായമായിട്ട് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് വന്നിട്ടുള്ളത്. പച്ചമുളക്, വെണ്ട, വഴുതന, തക്കാളി അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇവർ കൃഷി ചെയ്തെടുത്തു. വാഴക്കൃഷിയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഏറ്റവും നന്നായി കൃഷി ചെയ്ത് നല്ല വിളവെടുപ്പാണ്. ഏറ്റവും മികച്ച രീതിയിൽ നല്ല മുളകും മറ്റു കാര്യങ്ങളൊക്കെയാണ് ലഭ്യമായിട്ടുള്ളത്. എന്തായിരുന്നാലും നേച്ചർ ക്ലബിനെ അഭിനന്ദിക്കുകയാണ്. പൂർണ്ണമായും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലായിരുന്നു കൃഷിയുടെ പരിപാലനം. പൂർവ്വ വിദ്യാർത്ഥികൾ ഗ്രോ ബാഗുകൾ വാങ്ങി നൽകി. അധ്യാപകരും വിദ്യാർത്ഥികളുടെ ഉദ്യമത്തിന് പൂർണ്ണ പിന്തുണ നൽകി. വാർഡ് മെമ്പർ അശോകൻ, അധ്യാപിക ഗീതാ മഠത്തിൽ, PP വിജയൻ, TV ഗിരീഷ് എന്നിവരും വിളവെടുപ്പിന്റെ ഭാഗമായി. ന്യൂസ് 18 പാലക്കാട്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. കർഷകർ നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ് വിളകളിലെ ഒച്ചുകളുടെ ആക്രമണം. ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ഇടുക്കിയിൽ നിന്നൊരു കർഷക. ജൈവ രീതിയിൽ ഒച്ചുകളെ തുരത്താനുള്ള പൊടി രൂപത്തിലുള്ള മരുന്നാണ് നെടുങ്കണ്ടം വലിയ തോവാള സ്വദേശിയായ മഞ്ജു വികസിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ മികച്ച കർഷകയ്ക്കുള്ള പുരസ്കാരം നേടിയിട്ടുള്ള മഞ്ജു കാർഷിക രംഗത്തെ മികച്ച സംരംഭക കൂടിയാണ്. പച്ചക്കറി, പഴവർഗ്ഗ കൃഷികളിൽ ഒച്ചുകൾ വൻ വെല്ലുവിളി ഉയർത്തിയതോടെയാണ് ഇവയെ തുരത്താൻ പരിഹാരം കണ്ടെത്താൻ മഞ്ജു നിർബന്ധിതയായത്. ഒച്ചുകൾ അധികം ആക്രമിക്കാത്ത ചെടികളെ നിരീക്ഷിച്ച് അവയുടെ ഇലകളും മുട്ടത്തോടും മറ്റ് ജൈവ മിശ്രിതങ്ങളും ചേർത്തൊരുക്കിയ മരുന്ന് വിജയകരമായി പരീക്ഷിച്ചു. 1 വർഷത്തെ പരിശ്രമ ഫലമായാണ് മരുന്ന് വികസിപ്പിച്ചെടുത്തത്. ആശയത്തിനുള്ള അംഗീകാരമായി കാർഷിക സർവകലാശാലയും രംഗത്തെത്തി. ഏകദേശം 1 വർഷത്തോളം ഞാൻ എടുത്തു ഇതൊരു മരുന്നുണ്ടാക്കാനായിട്ട്. അപ്പം ഞാനത് പലവട്ടം നിരീക്ഷിച്ചു. ഏത് ചെടികളെയാണ് ഇത് ആക്രമിക്കാത്തത്, ഏത് ചെടികൾക്കാണ് ഇതിനകത്ത് ചെടികളെ ചുവട്ടിലാണ് ഈ ഒച്ച് കാണാത്തത്. അങ്ങനെ ഒത്തിരി പരീക്ഷണത്തിന്റെ ഫലമായിട്ട് ഞാൻ ഒരു 4-5 ഇലകൾ അതിനകത്തുനിന്ന് തണലത്തുണക്കി പൊടിച്ചെടുത്ത് പിന്നെ മുട്ടത്തോടും ചേർത്താണ് ഞാൻ ഈ മിശ്രിതം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് കെമിക്കലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ചെടികൾ നശിച്ചു പോകും. ഇത് ചെടികൾക്ക് ദോഷമില്ലാതിരിക്കുകയും ചെയ്യണം, നമുക്കും ദോഷമില്ലാതിരിക്കണം. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ഇതിന്റെ ഒരു ഇത് നോക്കിയത്. ഒച്ചുകളെ തുരത്തുന്നതിനൊപ്പം ചെടികൾക്ക് ആവശ്യമായ വിവിധ മൂലകങ്ങളും ഈ മരുന്ന് നൽകും. അധികം ഒച്ചുകൾ ഉണ്ടെങ്കിൽ ആകർഷിച്ച് ഇവയെ തുരത്തുന്നതാണ് കൂടുതൽ ഗുണകരമെന്ന് ഈ കർഷക പറയുന്നു. ഇത് ഞാനൊരു പച്ചമരുന്നുകൾ കൊണ്ട് മുട്ടത്തോടും കൂടെ ഉണ്ടാക്കിയ ഒരു മരുന്നാണ് ഇത്. ഇത് നമ്മൾ ഇതിന്റെ ദേഹത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഈ ചെടികളുടെ ദേഹത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിപ്പോയി ചത്തുപോകും. ഏകദേശം ഒരു 1/2 മണിക്കൂറിനുള്ളിൽ ഇറങ്ങി ചത്തുപോകും. അതാണ് ഇതിന്റെ പ്രത്യേകത. നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം, ഒരു ദോഷവും ഇല്ല. പിന്നെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ബോറോണും കാൽസ്യവും ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യും. വളമായിട്ട് ഇത് ഉപയോഗിക്കാനും സാധിക്കും. കൂടുതൽ ഒച്ചുകളുള്ള പ്രദേശങ്ങളിൽ ഉപയോഗിക്കാനായി ലിക്വിഡ് രൂപത്തിലും മഞ്ജു മരുന്നൊരുക്കിയിട്ടുണ്ട്. വ്യാപകമായി വളം ഒരുക്കി കർഷകർക്ക് ലഭ്യമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കർഷക. ന്യൂസ് 18 ഇടുക്കി. എറണാകുളം തോപ്പുംപടി ജനമൈത്രി പോലീസ് സ്റ്റേഷന്റെയും MES കോളേജ് കൊച്ചി മുണ്ടംവേലിയുടെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വേണ്ടി സൈബർ സെക്യൂരിറ്റി ബോധവൽക്കരണ ക്ലാസ് നടത്തി. തോപ്പുംപടി ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ CT സഞ്ജയ് ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. MES കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ധന്യമോൾ, SP വൈസ് പ്രിൻസിപ്പൽ
KN രഹനാസ്, സൈബർ പോലീസ് സ്റ്റേഷൻ SCPO ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. പുരോഗമന കലാസാഹിത്യ സംഘം പട്ടാമ്പി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ P. ഭാസ്കരൻ അനുസ്മരണവും ആദരിക്കലും നടന്നു. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ബീന ആർ ചന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു. മുതുതലയിൽ നടന്ന പരിപാടി പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ചിത്ര ഭാനു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കലാനിരൂപകൻ E. ജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പാലക്കാട് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. മാലിന്യ സംസ്കരണം, പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനം എന്നീ വിഷയങ്ങളെക്കുറിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ പാർവതി ശില്പശാലയിൽ ക്ലാസ് എടുത്തു. കേരള കാർട്ടൂൺ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ കാർട്ടൂൺ മേളയ്ക്ക് കൊച്ചിയിൽ തുടക്കമായി. ISRO ചെയർമാൻ S. സോമനാഥ് ഉദ്ഘാടനം ചെയ്തു. കാരിട്ടൂൺ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന മേള കാർട്ടൂൺ വരച്ചാണ് ISRO ചെയർമാൻ ഉദ്ഘാടനം ചെയ്തത്. സോമനാഥന്റെ വരയോടെയാണ് കാർട്ടൂണിന് തുടക്കമായത്. ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് വിജയകരമായ നേതൃത്വം നൽകുന്ന സോമനാഥ് ബഹിരാകാശത്തെക്കുറിച്ചുള്ള ഒരു കാർട്ടൂണാണ് വരച്ചത്. വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ കാർട്ടൂണുകൾ വരച്ചിരുന്നെങ്കിലും പിന്നീട് അതിനായി സമയം കണ്ടെത്താനായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രൊഫഷണൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ DKM കോളേജിൽ പഠിക്കുന്ന സമയത്താണ് വീണ്ടും കാർട്ടൂണുകളോട് ഇഷ്ടം തോന്നിയതും കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തു തുടങ്ങിയത്. അന്നാണ് എനിക്ക് കോളേജിൽ ഫസ്റ്റ് കിട്ടിയത് കാർട്ടൂൺ വരയ്ക്കാൻ. പക്ഷേ എന്റെ വഴി അതല്ലാന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാനൊരു കാർട്ടൂണിസ്റ്റ് ആയില്ല, ഇപ്പോഴും അല്ല. ചന്ദ്രനിൽ ഇന്ത്യ കാലുകുത്തിയതിന്റെ 1ാം വാർഷികം എത്തുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ ബഹിരാകാശ ദൗത്യങ്ങളിൽ ഇന്ത്യ മുന്നേറുകയാണെന്ന് ISRO ചെയർമാൻ ഡോക്ടർ സോമനാഥ് പറഞ്ഞു. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ പ്രധാന ഔട്ട്കം ഇതാണ്. നമ്മുടെ ഒരു ഇൻസ്പിറേഷൻ ആണ്, നമ്മുടെ ഒരു രാജ്യത്തിനെ കുറിച്ച് നമ്മൾക്കുള്ള ഒരു കോൺഫിഡൻസ് ആണ് കാണിക്കുന്നത്. ചന്ദ്രനിൽ ഇറങ്ങിയ എത്രയോ ആളുകൾ അതിനു ഇറങ്ങിയിട്ടുണ്ട്, നമ്മളും ഇറങ്ങി എന്നതിന്റെ അപ്പുറം അതിന്റെ ഒരു മെഷർ, അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ്, അത് നമ്മൾ ഭാരതത്തിൽ തന്നെ നിർമ്മിച്ച, ഭാരതത്തിൽ തന്നെ ഉണ്ടാക്കിയ, ഡിസൈൻ ചെയ്ത, ഭാരതീയർ തന്നെ നിർമ്മിച്ച ടെക്നോളജി ഉപയോഗിച്ച് നേടിയ ഒരു കഴിവാണ് എന്നുള്ളതാണ്. അതും ഇന്ത്യ പോലുള്ള രാജ്യം ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയ ലോകത്തെ ആദ്യ രാജ്യമാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. ലളിതകലാ അക്കാദമി, ചാവറ കൾച്ചറൽ സെന്റർ എന്നിവയുടെ സഹകരണത്തോടുകൂടി സംഘടിപ്പിക്കുന്ന മേള ഈ മാസം 25-ന് അവസാനിക്കും. സോമനാഥന് കേരള കാർട്ടൂൺ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം അക്കാദമി ചെയർമാൻ മുരളി ചിരോദ സമ്മാനിച്ചു. കാർട്ടൂൺ ഡയറക്ടർ രതീഷ് രവി, സ്വിറ്റ്സർലാൻഡ് എംബസി ഡെപ്യൂട്ടി കോൺസൽ ജനറൽ പാട്രിക് മുള്ളർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 18 കൊച്ചി. ബോംബ് ഭീഷണിയെ തുടർന്ന് തിരുവനന്തപുരത്ത് വിമാനം അടിയന്തരമായി ഇറക്കിയ സംഭവത്തിൽ പ്രത്യേകിച്ചൊന്നും കണ്ടെത്താനായില്ലെന്ന് പോലീസ്. ബോധപൂർവമാണോ ഭീഷണി സന്ദേശം എന്ന കാര്യം പരിശോധിച്ചു വരികയാണെന്നും തിരുവനന്തപുരം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ വിജയ് ഭരത് റെഡ്ഡി പറഞ്ഞു. ഇതുവരെ അന്വേഷണം നടക്കുന്നു. മൊത്തം എയർ ചെക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബോംബ് സ്ക്വാഡ് അവിടെ പോയിട്ടുണ്ട്. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല, കഴിഞ്ഞിട്ടുണ്ട്. ബാത്റൂമിലകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് അന്വേഷണം നടക്കുന്നുണ്ട്. അവിടെ ACP ശംഖമുഖം ടീം വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് റിവ്യൂ കമ്മിറ്റി കൂടും. അത് കഴിഞ്ഞിട്ട് മാത്രം ഞങ്ങൾ പറയാൻ പറ്റും. കഴക്കൂട്ടത്തെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയ 13-കാരിയെ മാതാപിതാക്കളുടെ ഒപ്പം വിടുന്ന കാര്യത്തിൽ തീരുമാനമായില്ല. കുട്ടിക്ക് മാതാപിതാക്കളിൽ നിന്ന് മർദ്ദനമുണ്ടായിട്ടുണ്ടോ എന്നതിൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. കുട്ടിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം മൊഴിയെടുക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ മാതാപിതാക്കൾക്കൊപ്പം വിടണമോ എന്നതിൽ തീരുമാനമെടുക്കുമെന്നും തിരുവനന്തപുരം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ വിജയ് ഭരത് റെഡ്ഡി പറഞ്ഞു. ഇപ്പോൾ ഓൾറെഡി തിരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് 4 ഉച്ചക്ക് അവിടെ എത്തും. വിജയവാഡ ട്രെയിനിൽ വിജയവാഡയിൽ നിന്ന് വിശാഖപട്ടണം 4 ഉച്ചക്ക് അവിടെ എത്തും. അവിടെ ഓൾറെഡി ഞങ്ങൾ CWCനോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ CWC ചെയർപേഴ്സൺ രാധ മേഡമാണ്. മേഡത്തിനോട് പറഞ്ഞിട്ടുണ്ട്, കേസ് എല്ലാം ബ്രീഫ് ചെയ്തിട്ടുണ്ട്. ഉടനെ പെട്ടെന്ന് എല്ലാ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഉടനെ പെട്ടെന്ന് അവിടെ നിന്ന് നാളെ തന്നെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്യുന്നുണ്ട്. മജിസ്ട്രേറ്റ് മുമ്പ് ഹാജരാക്കും. കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടുത്ത നടപടികൾ ചെയ്യും. കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് മാത്രം പറയാൻ പറ്റും.
ഇപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇടപെടുകയാണ് ഹൈക്കോടതി എന്ന് മനസ്സിലാക്കുന്നു. ക്രിമിനൽ കേസ് എടുക്കണമെന്ന പൊതു താൽപര്യ ഹർജി കോടതി പരിഗണിക്കുകയായിരുന്നു. ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ ഈ കേസിൽ ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു. രഞ്ജിത്ത്, എന്തൊക്കെയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അശ്വതി, ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം സർക്കാർ കോടതിയിൽ ഹാജരാക്കണം എന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഇരകളാക്കപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ടോ? കാരണം നമുക്കറിയാം 236 പേജ് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. കൂടുതൽ പേജുകൾ ഒഴിവാക്കിയ പശ്ചാത്തലമുണ്ട്. ഈ പേരുകളടക്കമുള്ള പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പേജുകൾ കൂടി കാണണം എന്ന് ആവശ്യപ്പെടുകയാണ് ഹൈക്കോടതി. അത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം, ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ കാര്യമാണ്. ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് ഇരകൾ എന്ന് കോടതി പറയുന്നു. ഒപ്പം സമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമെന്ന് കോടതി ഊന്നിപ്പറയുന്ന പശ്ചാത്തലമുണ്ട്. ഈ പറഞ്ഞ അന്വേഷണം സാധ്യമാണോ? അതായത് സർക്കാരിന് ഈ വിഷയത്തിൽ സ്വമേധയാ ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ പറ്റുമോ എന്ന് AGയോട് കോടതി ചോദിക്കുകയുണ്ടായി. കുറ്റാരോപിതരുടെ വിവരങ്ങൾ സർക്കാരിന്റെ കൈവശമില്ല എന്നാണ് AG അറിയിച്ചത്. അതായത് ഈ റിപ്പോർട്ടിൽ പേര് ഈ ആളുകളുടെ, അതായത് ഈ നടിമാർ മൊഴി നൽകിയപ്പോൾ ഈ മൊഴി നൽകിയ ആളുകളുടെ പേരുകൾ വെച്ചല്ല മൊഴി എന്നുള്ള സൂചന സർക്കാർ നൽകുന്നുണ്ട്. പക്ഷേ എത്രത്തോളം അത് ആ റിപ്പോർട്ടിലുണ്ടോ ഇല്ലയോ എന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് കോടതി ഇപ്പോൾ റിപ്പോർട്ടിന്റെ പൂർണ്ണ വിവരം മുന്നോട്ട് വെക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ക്രിമിനൽ കേസ് എടുക്കണമെന്ന പൊതു താൽപര്യ ഹർജിയിലാണ് ഇപ്പോൾ കോടതിയിൽ വാദം നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് ഗുരുതരമായ പ്രശ്നങ്ങളല്ലേ എന്ന് കോടതി ചോദിക്കുന്ന പശ്ചാത്തലമുണ്ട്. റിപ്പോർട്ട് പുറത്തുവിട്ടതായി സർക്കാർ കോടതി അറിയിക്കുന്നുണ്ട്. വനിതാ കമ്മീഷനെ ഈ വിഷയത്തിൽ കോടതി കക്ഷിയായി കൂടി ചേർക്കുന്നു. ഈ ഹർജി ഫയൽ സ്വീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കോടതി പോകുന്നത് എന്നുള്ളത് ഏറെ നിർണായകമാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ വിഷയത്തിൽ എന്തുകൊണ്ട് കേസ് എടുക്കുന്നില്ല എന്ന ചോദ്യം പല തലങ്ങളിൽ ഉയർന്നിരുന്നു. അവിടെയാണ് കോടതിയുടെ ചോദ്യം. അതാണ് ചോദ്യം ചെയ്യൽ. കോടതി അത് തന്നെയാണ് ആവശ്യപ്പെടുന്നതും. പൂർണ്ണമായ റിപ്പോർട്ട് കോടതിക്ക് മുന്നിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുകയാണ് ഹൈക്കോടതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹൈക്കോടതിയുടെ ഗൗരവമുള്ള ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം നവമി ദിനേശ് കൂടി ചേരുന്നു കൊച്ചിയിൽ നിന്നും. നവമി, കോടതി ഇടപെടുന്നു എന്ന് പറയുമ്പോൾ കൂടുതൽ ഗൗരവമുള്ളതാകുന്നു. സമൂഹത്തിലേക്ക് ഈ റിപ്പോർട്ട് എത്തിയപ്പോൾ തന്നെ അത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ കോടതി ഇടപെടൽ കൂടി ഉണ്ടാകുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി പറയുന്നത്? അശ്വതി, ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു കഴിഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണമായ രൂപം ഹാജരാക്കാൻ സർക്കാരിനോട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇത് മുദ്രവെച്ച കവറിൽ തന്നെ ഹാജരാക്കണം. സർക്കാരിന്റെ നിലപാട് ഇക്കാര്യത്തിൽ കോടതിക്ക് അറിയേണ്ടതുണ്ടെന്നും ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് അറിയിക്കുകയും ചെയ്തു. വനിതാ കമ്മീഷനെ കക്ഷി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചത്. സമ്പൂർണമായ റിപ്പോർട്ട് അത് സർക്കാർ മുദ്രവെച്ച കവറിൽ തന്നെ ഹാജരാക്കണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും സർക്കാരിന് ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ നടപടികളിലേക്ക് പോയേ മതിയാവൂ. കാരണം ഇത് കോടതി ഫയലിൽ സ്വീകരിച്ച സ്ഥിതിക്ക് ഇനി ഇതിലെ പേര് വിവരങ്ങൾ അടക്കം അല്ലെങ്കിൽ പരാതിക്കാരുണ്ടെങ്കിൽ അവർ വന്ന് മജിസ്ട്രേറ്റ് മുൻപിൽ ആയിക്കോട്ടെ, അത് രഹസ്യമായിട്ടുള്ള മൊഴി നൽകിയതിന് ശേഷം ഈ ശക്തമായിട്ടുള്ള ഒരു നടപടികളുമായി പോലീസിനും സർക്കാരിനും മുന്നോട്ട് പോയേ കഴിയൂ എന്നാണ് നമുക്ക് അറിയാനുള്ളത്. എന്തായാലും ഈ കോടതി ഈ ഹർജി പരിഗണിക്കുമ്പോൾ താങ്കളുടെ റോൾ ഇത് എന്താണെന്നായിരുന്നു ഹർജിക്കാരനോട് കോടതി ആദ്യം ചോദിച്ചത്. അതിനുശേഷം സർക്കാരിന്റെ നിലപാട് എന്താണെന്നും കോടതി ചോദിച്ചു. പുറത്തുവിട്ട റിപ്പോർട്ടിൽ രഹസ്യാത്മകത ഇല്ലെന്നും സർക്കാർ കോടതിക്ക് മറുപടി നൽകി. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയോ എന്നും കോടതി ആരാഞ്ഞു. ജുഡീഷ്യൽ കമ്മിറ്റിയല്ല, സർക്കാർ നിയമിച്ച കമ്മിറ്റിയാണ് ഹേമ കമ്മീഷൻ എന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. അതിന് പിന്നാലെ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ എന്നും കോടതി ചോദിച്ചു. സർക്കാരിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകും. കമ്മിറ്റി റിപ്പോർട്ട് വെച്ച് സർക്കാർ എന്ത് ചെയ്യാൻ പോകുകയാണെന്നും കോടതി സർക്കാരിനോടായി ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് ഈ ഹർജി ഫയലിൽ സ്വീകരിക്കാനായി കോടതി തയ്യാറായത്. അതിനുശേഷം എന്തായാലും ഇപ്പോൾ കേസ് മുദ്രവെച്ച കവറിൽ, അതായത് ഇതിന്റെ മുഴുവൻ റിപ്പോർട്ടും ഈ നമുക്കറിയാം പുറത്തുവിട്ടത് ചില പേജുകൾ, ചില ആളുകളുടെ പേരുകൾ, ഇരയാക്കപ്പെട്ടവരുടെ പേരുകൾ മറച്ചു വെച്ചിട്ടായിരുന്നു ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. പക്ഷേ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുമ്പോൾ പൂർണ്ണ രൂപത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ മൊഴി നൽകിയവർക്ക് നേരിട്ട്, അതായത് മജിസ്ട്രേറ്റിന് മുൻപിലോ അല്ലെങ്കിൽ പോലീസിലോ എത്തി പരാതി നൽകാൻ, മൊഴി നൽകാൻ തയ്യാറാണോ എന്നുകൂടി കോടതി ചോദിക്കുന്നത്, സർക്കാരിനോട്
ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സിനിമയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകാനാണ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയതെന്ന് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തു. ഒരു കുറ്റകൃത്യം നടന്നു എന്ന് ബോധ്യപ്പെട്ടാൽ സർക്കാരിന് നേരിട്ട് കേസെടുക്കാൻ വകുപ്പുണ്ടോ എന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചു. പോക്സോ വകുപ്പാണ് ഉള്ളതെന്നും സർക്കാർ മറുപടി നൽകുകയും ചെയ്തു. ഇത്തരത്തിൽ ഒരു പഠന റിപ്പോർട്ട് കിട്ടിയിട്ട് അതിലേത് വിധത്തിൽ തുടർ നടപടി എടുക്കാൻ കഴിയുമെന്നും സർക്കാർ അറിയിക്കണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും സർക്കാരിന് മുന്നിൽ ഈ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ഏത് വിധത്തിലുള്ള നടപടിയുമായി മുന്നോട്ട് പോകാമെന്ന് അറിയിക്കുകയും വേണം. മറ്റൊന്ന്, ഇതിന്റെ പൂർണ്ണരൂപം മുദ്ര വെച്ച കവറിൽ തന്നെ സമർപ്പിക്കണം, കോടതിക്ക് മുൻപിൽ സമർപ്പിക്കണം എന്നും കൂടിയാണ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ഈ ഹർജി പരിഗണിക്കുന്ന വേളയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സർക്കാർ ഇതിന്റെ പൂർണ്ണരൂപം, ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സർക്കാർ കോടതിക്ക് മുൻപിൽ നൽകിയ മുദ്ര വെച്ച കവറിൽ സമർപ്പിച്ചേ കഴിയൂ. മറ്റൊന്ന്, ഇനി ഏത് വിധത്തിൽ ഈ റിപ്പോർട്ട് കിട്ടിയിട്ടും, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുള്ള ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ടും ഏത് വിധത്തിലാണ് സർക്കാർ ഇനി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുകൂടി അറിയേണ്ടതുണ്ട്. മറ്റൊന്ന്, പോലീസിന് നേരിട്ട് കേസെടുക്കാനാകുന്ന കുറ്റങ്ങൾ ഉണ്ടോ എന്നും കൂടി കോടതി ചോദിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് ഇപ്പോൾ പൊതുജന മധ്യത്തിലുണ്ടെന്ന് സർക്കാർ മറുപടി നൽകുകയും ചെയ്തു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് ഇനി ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസെടുക്കണം, അല്ല എന്നുണ്ടെങ്കിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോയേ കഴിയൂ. അതെന്ത് നടപടിയാണ് ഇനി സ്വീകരിക്കുക എന്നുള്ളത് ഉടനെ തന്നെ കോടതിയെ അറിയിക്കുകയും വേണം. തീർച്ചയായും നവമി, ഞാൻ നവമിയിലേക്ക് വരാം. രഞ്ജിത്തിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. രഞ്ജിത്ത്, ഈ കോടതി ചോദിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമുള്ള വിഷയമാണ്. ഇനി എന്ത് നടപടിയാണ് ഇതിൽ സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത് എന്ന് സർക്കാരിനോട് കോടതി ചോദിക്കുമ്പോൾ സർക്കാർ അതിന് മറുപടി പറയേണ്ടി വരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു വലിയ വിഷയം, സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിച്ച വലിയ ദുരിതം, അത് പൊതുമധ്യത്തിലേക്ക് വന്നിരിക്കുന്നതോടെ ഈ കേസ് അവസാനിക്കുന്നില്ല, അല്ലെങ്കിൽ ആ വിഷയം അവസാനിക്കുന്നില്ല എന്നുള്ളതിനുള്ള തെളിവാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. ഇനി എന്താണ് ചെയ്യാൻ കഴിയുക? ഇതിൽ കേസ് എടുക്കാനാകുമോ? അത് മാത്രമല്ല, മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ മറച്ചു വെക്കേണ്ടതല്ല, അത് പുറത്തേക്ക് വരണം. ഇപ്പോൾ അബിൻ വർക്കി നമുക്കൊപ്പം ചേരുന്നു ടെലിഫോൺ ലൈനിൽ. അബിൻ, ഇപ്പോൾ കോടതി ഇടപെടുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ. എന്താണ് ഇനി ഇതിൽ സർക്കാർ ചെയ്യാൻ പോകുന്നതെന്ന് കോടതി ചോദിക്കുകയാണ്. സമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ് ഇത് എന്ന് കോടതി പറയുന്നു. ഒപ്പം പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് ഇരകളെന്നും കോടതി പറയുന്നുണ്ട്. എന്താണ് തോന്നുന്നത് താങ്കൾക്ക്? തീർച്ചയായിട്ടും സർക്കാർ ഇതിനകത്ത് തുടരുന്ന ഒളിച്ചുകളിയുണ്ട്. ആ ഒളിച്ചുകളി വളരെ വ്യക്തമായിരുന്നു. ഇന്നിപ്പോ സർക്കാരിലെ പ്രധാനപ്പെട്ട മന്ത്രിയായിട്ടുള്ള ശ്രീ കെ എൻ ബാലഗോപാൽ തന്നെ പറഞ്ഞിരിക്കുന്നത് സ്വമേധയാ കേസെടുക്കാനുള്ള എല്ലാ പ്രൊവിഷൻസും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ്. അതുതന്നെയാണ് കോടതി ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഒരു വളരെ ഗുരുതരമായ ഒരു ലൈംഗിക ആരോപണ കേസ്, അത് ഒരൊറ്റ കാര്യം മാത്രമല്ല, സീരിയസ് ഓഫ് സെക്ഷൽ അസോൾട്ടിന്റെ രേഖകളും തെളിവുകളും അടക്കം ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിക്ക് കൊടുത്തിട്ട് അതിന്മേൽ 4.5 കൊല്ലം അടയിരുന്നിട്ട് ഇതിന്മേൽ ഇനി നടപടിയെടുക്കാൻ യാതൊരു വിധത്തിലുള്ള മാർഗവുമില്ല എന്നൊരു സർക്കാർ പറഞ്ഞാൽ അത് എത്രമാത്രം പരിഹാസ്യകരമാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണ്ടേ. കാരണം ഇത് വളരെ വ്യക്തമായിട്ട് ആ റിപ്പോർട്ടിൽ തന്നെ 66 പേജ് മുക്കി ഉന്നതരായ ആളുകളെ രക്ഷിക്കാൻ നോക്കിയ ഈ സർക്കാർ നടപടി, ആ 66 പേജ് മുക്കിയിട്ടും പേരുള്ള ആള് മന്ത്രി കെ വി ഗണേഷ് കുമാർ ഇപ്പോഴും മന്ത്രിസഭയിൽ ഇരിക്കുകയാണ്. അതൊന്നാമത്തെ കാര്യം. 2, എന്തിനാണ് സർക്കാർ ഈ വേട്ടക്കാരോടൊപ്പം നിൽക്കുന്നത്? ഇവിടെ ഇരകളായവർക്ക് നീതി ലഭിക്കണം, അല്ലെങ്കിൽ അവരുടെ ഒപ്പമാണെന്ന് മുഖ്യമന്ത്രി പരസ്യമായി പറഞ്ഞിട്ട് വേട്ടക്കാർക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്യുവാണ് സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത്. ഇതുവരെയുള്ളത് മുഴുവൻ അങ്ങ് പോട്ടെ, നാളെ മുതൽ നമുക്ക് ഈ സിനിമാ മേഖലയെ അങ്ങ് ശരിയാക്കാം. അതുകൊണ്ട് ഇരകളെയും വേട്ടക്കാരെയും എല്ലാം ഒരുമിച്ചിരുത്തി നമുക്കൊരു കോൺക്ലേവ് നടത്തി ഇതെല്ലാം കോംപ്ലിമെന്റ്സ് ആക്കാമെന്ന് സർക്കാർ കരുതിയാൽ അത് നടക്കാൻ പോകുന്നില്ല. അതിന്റെ ആദ്യപടി തന്നെയാണ് കോടതിയുടെ ഈ ഇടപെടൽ. ഞങ്ങൾ അടക്കം പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോ മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ പറഞ്ഞത് സ്വമേധയാ കേസെടുക്കാം, അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും പരാതി കൊടുക്കാമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ 2 പരാതി വ്യക്തിപരമായി കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പരാതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടുള്ള സെക്ഷൽ അസോൾട്ടിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും, രണ്ടാമത്തെ പരാതി ശ്രീ കെ വി ഗണേഷ് കുമാറിന്റെ പേര് ഡയറക്റ്റായി പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കെ വി ഗണേഷ് കുമാറിനെതിരെ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2 പരാതികൾ ഞാൻ തന്നെ സമർപ്പിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന് വേണ്ടി. അപ്പോ തീർച്ചയായിട്ടും സർക്കാരിനെതിരെ നടപടികൾ എടുക്കാൻ പറ്റും, സർക്കാരിന് ഇതിനകത്ത് നിയമ നടപടികളിലേക്ക് പോകാൻ പറ്റും. ഈ പീഡകരെ നമുക്ക് ഒതുക്കാൻ സാധിക്കും. പക്ഷെ
പക്ഷെ സർക്കാർ വേട്ടക്കാരോടൊപ്പമാണ് എന്നുള്ളത് വീണ്ടും തെളിയിക്കുകയാണ്. അതാണ് കോടതിയിൽ നിന്നുണ്ടായ കനത്ത പ്രഹരം സർക്കാരിന് ഇപ്പോൾ ഏറ്റിരിക്കുന്നത്. അബിൻ, ഒരു കാര്യം കൂടി, സർക്കാരിനെ നമ്മൾ വിമർശിക്കുമ്പോൾ അവർ പറയുന്ന, നേരത്തെ പറഞ്ഞ ഒരു കാര്യം, ഈ ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തുവിടരുത് എന്ന്, അതായത് സ്വകാര്യതയെ ഹനിക്കുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ പുറത്തുവിടരുത് എന്ന് ജസ്റ്റിസ് ഹേമ തന്നെ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. അതൊരു തടസ്സമാകും ഇനി മുന്നോട്ടുള്ള പോക്കിന്? അതായത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇത് പുറത്തു വിടുമ്പോൾ സ്വകാര്യതയെ മാനിക്കണം. എന്താണ് ഈ പുറത്തു വിടുമ്പോൾ സ്വകാര്യതയെ മാനിക്കണം എന്ന് പറഞ്ഞാൽ ഇരയുടെ പേര് വെളിപ്പെടുത്തരുത്. അതാണ് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ. ഒരു സെക്ഷൽ അസോൾട്ട് കേസിൽ സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഇരയാക്കപ്പെട്ട വിക്ടിമിന്റെ പേര് വെളിപ്പെടുത്തരുത് എന്നുള്ളതാണ്. ആ പേര് വെളിപ്പെടുത്തണ്ട, അത് വെളിപ്പെടുത്തുന്നത് നിയമപരമായി തെറ്റുകൂടിയാണ് എന്ന് കരുതി ഇത് പീഡിപ്പിക്കപ്പെട്ട ആളുകളെ മുഴുവൻ സംരക്ഷിക്കണമെന്നാണ് എന്നുള്ള സർക്കാരിന്റെ വ്യാഖ്യാനം അത് തീർത്തും തെറ്റായ വ്യാഖ്യാനമാണ്. ജസ്റ്റിസ് ഹേമ പോലും അങ്ങനെ പറയുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്താ, ഇത്രയധികം സെക്ഷൽ അസോൾട്ട് നടന്നത്, നിങ്ങൾ ആ റിപ്പോർട്ടിന്റെ പ്രധാനപ്പെട്ട 2 കണ്ടെത്തലുകളുണ്ട്. ഒന്നത് 38ാമത്തെ പോയിന്റിലും ഒന്ന് അത് 49ാമത്തെ പേജിലുമായി കിടക്കുന്നുണ്ട്. ഈ സിനിമാ മേഖലയിൽ ഒരു സെക്ഷൽ അസോൾട്ട് നടന്ന് അതിനെപ്പറ്റി പരാതിപ്പെടാൻ പോയാൽ അതിലുണ്ടാകുന്ന കോൺസിക്വൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അതിഭീകരമാണ്. വ്യക്തമാണ് അബിൻ പറഞ്ഞത്, വ്യക്തമാണ്. അബിൻ 2 പരാതി കൂടി കൊടുത്തിരിക്കുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ അതിന് പറയാനുള്ള അവകാശം കൂടിയുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം മുൻമന്ത്രി AK ബാലൻ ചേരുകയാണ്. സാർ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇടപെടൽ ഉണ്ടാകുന്നു കോടതിയുടെ ഭാഗത്തു നിന്നും, വളരെ ഗുരുതരമായ ഇടപെടലാണ്. ഇനി എന്ത് ചെയ്യാൻ കഴിയും സർക്കാരിന് എന്നാണ് കോടതി ചോദിക്കുന്നത്. ഒപ്പം പൂർണ്ണരൂപം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കോടതിയിൽ ഹാജരാക്കണമെന്നും പറയുന്നു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്, ഇത് പരിഹരിക്കാനുള്ള ഒരേ ഒരു മാർഗം ഫസ്റ്റിൽ ഞാൻ പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഒരു ഉത്തരവിന്റെ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റിന് ഇത് റെയിലിന്റെ മുകളിലാക്കാൻ പറ്റും. ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ എഞ്ചിൻ വേറൊരു ഭാഗത്തും റെയിൽ വേറൊരു ഭാഗത്തുമാണ്. ഈ റെയിലിന്റെ മുകളിൽ ഈ എഞ്ചിൻ വരണമെങ്കിൽ, അതായത് നിയമത്തിന്റെ മുമ്പിൽ ഈ കാര്യങ്ങൾ പരിശോധിക്കപ്പെടണമെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വ്യക്തമായിട്ടുള്ള ഉത്തരവ് വേണമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്. അത് പറയാനുള്ള കാരണം, ഉമ്മൻചാണ്ടി കേസിന്റെ അകത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്, നിങ്ങൾ എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ടായാലും ശരി, സാധാരണ നിലയിലുള്ള ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ടായാലും ശരി, കമ്മീഷന്റെ തെളിവെടുപ്പിന്റെ ഭാഗമായി രൂപപ്പെടുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോഗ്നൈസൻസ് എടുക്കാൻ പറ്റില്ല, അന്വേഷിക്കണം. അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചിട്ട് FIR ഇടാൻ പാടുള്ളൂ. ഇവിടെ കേവലം ഒരു റിപ്പോർട്ടിന്റെ ഭാഗമായി ഒരു FIR ഇടാൻ സാധിക്കില്ല എന്നുള്ളത് നിലവിലുള്ള ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയാൻ നിർബന്ധിക്കപ്പെട്ടത്. മാത്രവുമല്ല, രണ്ടാമത്തെ കാര്യം, ഇതിന്റെ ഭാഗമായി ഒരു ക്രിമിനൽ നടപടി എടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹേമ കമ്മീഷൻ റിപ്പോർട്ടും സൂചിപ്പിച്ചിട്ടില്ല. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ മുമ്പാകെ മൊഴി കൊടുത്ത ഒരാൾ പോലും ഞങ്ങളുടെ പേര് വ്യക്തമാക്കാൻ പാടില്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനും പാടില്ല. എന്നാൽ മേലിൽ ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള കർശനമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി തെറ്റായിട്ടുള്ള പ്രവണതകൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് ഞങ്ങൾ തയ്യാറാണ്. ഒരിക്കലും ഞങ്ങളുടെ പേരെ പറയാൻ പാടില്ല. ആ രൂപത്തിൽ ഞങ്ങൾ ഇതിലൊരു പരാതിക്കാരല്ല എന്ന് പറഞ്ഞു. അതിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട കമ്മീഷൻ തന്നെ ഗവൺമെന്റിന് കത്ത് കൊടുത്തു. ഇതിന്റെ ഭാഗമായി ഈ റിപ്പോർട്ടേ പ്രസിദ്ധീകരിക്കാൻ പാടില്ല. ഇതാണ് ഗവൺമെന്റിന് അലട്ടിയ പ്രശ്നം. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ട് തന്നെ നിലപാട് സ്വീകരിക്കും. ഇപ്പൊ എന്താണ് കോടതി വ്യക്തമായി പറഞ്ഞതിന്റെ ഉത്തരവ് എന്റെ കയ്യിലില്ല. നിങ്ങളെ പോലുള്ള പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, കോടതി എന്താണോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് അത് പരിപൂർണമായി ഗവൺമെന്റ് കംപ്ലൈന്റ് ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കും എന്ന് മാത്രമല്ല, ശക്തമായിട്ടുള്ള നിലപാട് ഇതിനകം തന്നെ ഈ മേഖലയിലെ തെറ്റായ പ്രവണതകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പെസിഫിക്കായി ഗവൺമെന്റിന്റെ മുമ്പിൽ ഉണ്ടായ പരാതികളുടെ അടിസ്ഥാനത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ചിലരെ ജയിലിലേക്ക് ആക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ മുമ്പിലുള്ളതാണ്. അതുകൊണ്ട് ഇപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് കാര്യങ്ങൾ പരിശോധിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കുന്നതായിരിക്കും. അത് പരിപൂർണമായും ഈ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഗ്രീവഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഗുണം ചെയ്യുന്ന രൂപത്തിൽ മാത്രമേ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നിലപാടുകൾ ഉണ്ടാവുകയും ചെയ്യും. ശ്രീ AK ബാലൻ, ഇപ്പോൾ നമ്മൾ ഈ പൂർണ്ണ രൂപം സമർപ്പിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. നിയമവശം അനുസരിച്ച് നമ്മൾ അത് സമർപ്പിക്കേണ്ടി വരുമല്ലോ സ്വാഭാവികമായും. അങ്ങനെ അത് ഗവൺമെന്റ് പരിശോധിക്കട്ടെ. അതാ ഞാൻ പറഞ്ഞത്, ഗവൺമെന്റ് പരിശോധിച്ചിട്ട്
ഉചിതമായ തീരുമാനം അക്കാര്യത്തിൽ എടുക്കും. ഒരു കാര്യം കൂടി, ഈ നിയമവശം പരിശോധിക്കുമ്പോൾ ഇനി ഇതിൽ ഈ താങ്കൾ പറഞ്ഞ നേരത്തെ ഇപ്പോൾ അബിൻ വർക്കി സംസാരിക്കുകയായിരുന്നു, യൂത്ത് കോൺഗ്രസ് നേതാവ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ സ്വകാര്യതയെ മാനിക്കണം, അതിനെ ഹനിക്കരുത് എന്ന് പറയുന്നത് ഇരകളുടെ പേര് പറയാതിരിക്കുക എന്നത് മാത്രമാണ് ഉദ്ദേശിച്ചത് എന്നാണ്. അങ്ങനെയാണോ? അതോ മൊഴി നൽകിയ ആരുടെയും പേര് വിവരങ്ങൾ പുറത്തുവിടരുത് എന്നടക്കമുള്ള കാര്യങ്ങളുണ്ടോ അതിൽ? ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് നാളെ അന്വേഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ അന്വേഷണ കമ്മീഷന്റെ, അതായത് ഇൻവെസ്റ്റിഗേഷന്റെ മുമ്പാകെ പരാതിക്കാരുണ്ടാകണം എന്നുള്ളത് നിർബന്ധമാണ്. ഇതൊരു ഡിഫാക്ടോ കംപ്ലൈന്റ്, ഒരു ഡി യൂറെ കംപ്ലൈന്റ് ഇല്ലാതെ അന്വേഷണ ഏജൻസികൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുക? പക്ഷെ അവരുടെ പേര് വെളിപ്പെടുത്താതെ ചെയ്യാൻ പറ്റും അന്വേഷണ ഏജൻസികൾ. പക്ഷെ അന്വേഷണ ഏജൻസികൾ ആ രൂപത്തിലുള്ള ഒരു ഉദ്യമത്തിലേക്ക് പോയാൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് കണ്ടുപിടിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ഫലത്തിൽ പുറത്തു വരൂല്ലേ. ശരി, വളരെയധികം നന്ദി. ശ്രീ എ കെ ബാലൻ ആണ് നമ്മളോട് സംസാരിച്ചത്. ഇപ്പോൾ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, കോടതി ഇടപെടുകയാണ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇടപെടൽ ഉണ്ടാകുന്നു, എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് സർക്കാർ എന്ന് കോടതി ചോദിച്ചിരിക്കുകയാണ്. ഒപ്പം ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് ഇരകൾ എന്ന് പറഞ്ഞിരിക്കുന്നു, സമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ് എന്നും പറഞ്ഞിരിക്കുന്നു. കൂടുതൽ മുന്നോട്ട് പോകണമെന്നാണ് കോടതി ആവശ്യപ്പെടുന്നത്. ഈ അവസരത്തിൽ നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാനാവുക? ബഹുമാനപ്പെട്ട കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണങ്ങൾ പരിശോധിച്ചാൽ ഒരു കാര്യം അസന്നിഗ്ധമായിട്ട് വ്യക്തമാവും. പരാതിക്കാരുണ്ടെങ്കിൽ മാത്രമേ, പരാതിക്കാർ പരാതിയുമായി മുന്നോട്ട് വന്നാൽ മാത്രമേ കേസെടുക്കൂ എന്ന മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും തീരുമാനത്തോട് പ്രാഥമികമായിട്ടെങ്കിലും നിയമം അറിയാവുന്ന ആളുകൾക്ക് യോജിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം. കാരണം ഇങ്ങനെ പൂട്ടിവെക്കാനുള്ളതാണെങ്കിൽ ഈ എൻറ്റയർ എക്സസൈസ് ഫ്രൂട്ട്ലെസ് ആവില്ലേ എന്ന തരത്തിൽ കോടതി ഒരു ചോദ്യം ചോദിച്ചു. അപ്പോഴാണ് പരാതിക്കാർ രംഗത്ത് വരട്ടെ എന്ന് ബഹുമാനപ്പെട്ട AG പറയുന്നത്. അങ്ങനെ പരാതിക്കാർ വരില്ലല്ലോ, കാരണം പരാതിക്കാർ എന്ന് പറയുന്നത് അങ്ങേയറ്റം ദുർബലരായിട്ടുള്ള മനുഷ്യരാണ്. അവർ രംഗത്ത് വന്നാൽ മാത്രമേ കേസെടുക്കൂ എന്ന നിലപാട് ശരിയല്ല എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിരീക്ഷണം. എന്തുകൊണ്ടെന്നാൽ ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തൊഴിൽ തർക്കമോ അതിർത്തി തർക്കമോ പോലെയുള്ള വിഷയമല്ല. രണ്ടുപേരും പരാതിയില്ല എന്ന് പരാതിപ്പെടേണ്ട ആൾ പറഞ്ഞാൽ തീർക്കാവുന്ന പ്രശ്നമല്ല, ഗൗരവമായിട്ടുള്ള കുറ്റകൃത്യമാണ്. ആ കുറ്റകൃത്യം സമൂഹത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ പരാതിക്കാർ രംഗത്ത് വരുന്നില്ല എങ്കിൽ ഇത് പൂട്ടിവെക്കാനുള്ള റിപ്പോർട്ടാണോ എന്ന ചോദ്യത്തിന്റെ സാങ്കത്യം അവിടെയാണ്. ആ ചോദ്യത്തിന്റെ സാങ്കത്യമാണ്, അതിന്റെ ജനാധിപത്യ നിയമ വിലയാണ് വാസ്തവത്തിൽ കേരള സർക്കാരിന് മനസ്സിലാവാതെ പോകുന്നത്. അതുകൊണ്ടാണ് പരാതിക്കാർ വരട്ടെ എന്ന വാദം തെറ്റാണെന്ന് ഞങ്ങളൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും സർക്കാരിന് ആ കാര്യം ബോധ്യമാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒപ്പം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഈ സ്വകാര്യതയെ ഹനിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇത് പുറത്തുവിടരുത്, ഇത്ര പേജുകൾ, ഈ പ്രധാനപ്പെട്ട വ്യക്തികളുടെ പേര് പറയുന്ന പേജുകളൊന്നും പുറത്തുവിടരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് ഹേമ ഈ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്ന് പറയുമ്പോൾ, അത് ഈ ഇരകളുടെ പേരുകൾ കൂടി, അല്ലെങ്കിൽ ഈ മൊഴി കൊടുത്ത ഇരകളുടെ പേര് എന്നുള്ളത് മാത്രമാണോ ഉദ്ദേശിക്കുന്നത്, അതോ മൊഴി കൊടുത്തവരുടെ പേരുകൾ കൂടി പുറത്തുവിടരുത് എന്നതും കൂടി ഉദ്ദേശിക്കുന്നുണ്ടോ? അതൊക്കെ ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് പോക്കിന് തടസ്സമാകുമോ ശ്രീ ഹരീഷ് വാസ്തവൻ? ഒന്ന്, ഇരകളുടെ ആയാലും മൊഴി കൊടുത്തവരുടെ ആയാലും അവരുടെ ഒരു പ്രോസസ്സിന്, ഒരു സ്റ്റഡിക്ക് വിധേയമായ ഒരു പഠനത്തിന് വഴങ്ങിക്കൊടുത്ത, അതിന് മൊഴി കൊടുത്ത ആളുകളുടെ മുഴുവൻ മൊഴികൾ പുറത്തു വരിക എന്ന് പറയുന്നത് അവരോട് ചെയ്യുന്ന തെറ്റ് മാത്രമല്ല, അവരുടെ മൗലികാവകാശത്തിന്റെ ലംഘനം കൂടിയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അവരുടെ മൊഴികൾ ആരെ പറ്റി എന്തു പറഞ്ഞു എന്നുള്ള കാര്യം ഒരു കാരണവശാലും പുറത്തു വരാൻ പാടില്ല. അക്കാര്യത്തിൽ ജസ്റ്റിസ് ഹേമ പറയേണ്ട ആവശ്യമില്ല. സുപ്രീം കോടതി 9 അംഗ ബെഞ്ച് വിധിച്ചിട്ടുള്ള റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമായ കാലം മുതൽ തന്നെ റൈറ്റ് ടു പ്രൈവസിയുടെ ഭാഗമാണത്. നമുക്ക് ആർക്കും അത് ചർച്ച ചെയ്യാനോ ചോദിക്കാനുള്ള അവകാശമില്ല, അത് അവരുടെ പ്രൈവസിയുടെ ഭാഗമാണ്. എന്നാൽ ആ പ്രൈവസി ലംഘിക്കാതെ തന്നെ ഒരു ക്രിമിനൽ അന്വേഷണം സാധ്യമാണോ എന്ന കാര്യമാണ് സ്റ്റേറ്റ് പരിശോധിക്കേണ്ടത്. ആ പരിശോധന സ്റ്റേറ്റിൽ നടന്നിട്ടില്ല എന്നാണ് ഇന്ന് വ്യക്തമാവുന്നത്. ആളുകളുടെ പ്രൈവസി സംരക്ഷിച്ചുകൊണ്ട് ഒരു അന്വേഷണം എന്തുകൊണ്ട് സാധ്യമല്ല എന്ന് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് നീതി ലഭ്യമാവുക. ഇവിടെ ആളുകളുടെ പ്രൈവസി ലംഘിക്കാതെ നമുക്കൊരു കേസന്വേഷണമേ സാധ്യമല്ല എന്ന് നിലപാടെടുത്താൽ തീർച്ചയായിട്ടും അതൊരു കണ്ണടച്ചിരുട്ടാക്കൽ നടപടിയായിരിക്കും. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഇതിൽ എന്തെങ്കിലും ഒരു മുന്നോട്ട് പോക്ക് സാധ്യമാണോ എന്ന അന്വേഷണം ഒരു പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും നടത്തിയിരിക്കുക. അതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടാകുന്നത്. ഒരു കാര്യം കൂടി അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, അവരുടെ പേരുവിവരങ്ങൾ ഒന്നും പറയാതെ തന്നെ, അല്ലെങ്കിൽ പുറത്തേക്ക് വിടാതെ തന്നെയുള്ള രഹസ്യമായ ഒരു അന്വേഷണം ഇതിൽ നടക്കില്ലേ? സാധ്യമല്ലേ അത്? 4 വർഷം മുമ്പ് സാധ്യമല്ലേ? 31/12/2019 ഈ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് മുമ്പിൽ കിട്ടിയത്. സർക്കാർ അന്ന് മുതൽ ഇന്ന് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ റിപ്പോർട്ടിന്റെ ഒരു ഭാഗവും പുറത്തുവിടാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് പുറത്തുവിടാൻ പറ്റില്ല?
സ്വകാര്യതയെ ഹനിക്കും. സ്വകാര്യതയെ ഹനിക്കാത്ത ഭാഗങ്ങൾ പുറത്തു വന്നല്ലോ, ഒരു ചുക്കും സംഭവിച്ചില്ലല്ലോ. സർക്കാരിന് അന്ന് മുതൽ ചെയ്യാമായിരുന്നു, ചെയ്തിട്ടില്ല. 2, 15 അംഗ മാഫിയ സംഘത്തിന്റെ കീഴിലാണ് ഇത്തരം സംഗതികൾ നടക്കുന്നത് എന്നുള്ള ഒരു പരാമർശം അതിനകത്ത് വന്നിട്ടുണ്ട്. ഈ 15 ആളുകൾ ആരൊക്കെയാണെന്ന് സ്റ്റേറ്റിന് അറിയാമല്ലോ. സ്റ്റേറ്റ് അവരെ നിരീക്ഷിച്ചോ? കഴിഞ്ഞ 4.5 വർഷക്കാലമായി ഇതിൽ പെട്ട ഏതെങ്കിലും ഒരു പ്രതിയാക്കപ്പെടാൻ സാധ്യതയുള്ള ആൾ എന്തെങ്കിലും തരത്തിൽ പുതിയ ആരോടെങ്കിലും എന്തെങ്കിലും ക്രൈം ചെയ്തതായി സർക്കാർ പരിശോധിച്ചോ? അവർ വീണ്ടും സിനിമ പിടിച്ചിട്ടുണ്ടാവുമല്ലോ. അവിടെ സിനിമ ചാൻസ് ചോദിച്ചു വന്ന ആളുകളോട് വീണ്ടും കാസ്റ്റിംഗ് കൗച്ചിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. പല പുതിയ വിക്ടിംസും ഈ റിപ്പോർട്ട് വന്ന ശേഷവും പുതിയ വിക്ടിമുകൾ ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയില്ലേ? സ്റ്റേറ്റ് എന്തെങ്കിലും ചെയ്തോ പ്രിവെൻഷൻ ഓഫ് ക്രൈമിന് വേണ്ടിയിട്ട്? പ്രിവെൻഷൻ ഓഫ് ക്രൈം എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമല്ലേ? എന്തെങ്കിലും ചെയ്തോ? നിയമസഭയിൽ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഒരു ചോദ്യം ചോദിച്ചു. അനൂപ് ജേക്കബിന്റെ ചോദ്യത്തിന് മറുപടിയായി സർക്കാർ പറഞ്ഞത് ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ അടങ്ങിയ സംഗതികൾ എങ്ങനെ നടപ്പാക്കണം എന്ന് പഠിക്കാൻ ഞങ്ങൾ വേറൊരു കമ്മിറ്റിയെ 2023 നിയോഗിച്ചു എന്നാണ്. 2019 മുതൽ 2023 വരെ ഈ സർക്കാർ ഇതിന്റെ പുറത്ത് അടയിരുന്ന് ഉറങ്ങിയത് എന്തിനാണ് എന്ന ചോദ്യം പ്രസക്തമല്ലേ? തീർച്ചയായും ആ ചോദ്യം പ്രസക്തമാണ്. ആ ചോദ്യം ചോദിക്കുന്നതിനിടയിലാണ് വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ഞങ്ങളുടെ ഈ സമയത്ത് പ്രതികരിച്ചതിന്. ആ ചോദ്യങ്ങൾ സമൂഹത്തിൽ ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ കേസിലുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന വാർത്ത ഈ മണിക്കൂറിലെ. വളരെ വേഗം മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.